കണ്ടില്ലേ, പുറത്ത് നല്ല അടിപൊളി വെയിലാണ്. പുറത്തിറങ്ങാൻ പറ്റാത്തത്ര നല്ല ചൂടുമുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ ധാരാളം മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത്ര വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. ഈ ഒരു ചൂടത്ത് നമ്മുടെ ഉള്ളിനെ തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഷെയ്ക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു ഫ്രൂട്ട് എല്ലാവർക്കും അറിയാം, ഇതാണ് അവക്കാഡോ. അവക്കാഡോയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്നറിയാം, എന്നാലും ഞാനൊന്ന് പറയാം. ഈ ഒരു അവക്കാഡോ നിറയെ ഫാറ്റാണ് കേട്ടോ, അതും നല്ല ഫാറ്റാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്ത് നല്ല കൊളസ്ട്രോൾ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർട്ടിന് ഈ ഒരു ഫ്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ നമ്മുടെ അവക്കാഡോ ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഡൈജഷന് നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് നടക്കാനും ഈ ഒരു അവക്കാഡോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫ്രൂട്ട് കഴിക്കുന്നത് കൊണ്ട് ഫ്രീ റാഡിക്കൽ ഇഞ്ചുറീസ് തടയാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളമായിട്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ എ, സി, ഇ, കെ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ പൊട്ടാസ്യം, ഫോളേറ്റ്, മഗ്നീഷ്യം തുടങ്ങിയ ധാരാളം മിനറൽസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫ്രൂട്ടിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല, അത്രയ്ക്ക് ഗുണമുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പം നമുക്ക് ഈ ഒരു അവക്കാഡോ നമ്മുടെ സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതേപോലെ ഇങ്ങനെ സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ, മനസ്സിനൊരു സന്തോഷവും ഒരു കുളിർമയൊക്കെയാണ്. എന്താണെന്നറിയത്തില്ല, ഇതിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്. നിങ്ങൾക്ക് അങ്ങനെയാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കിതേപോലെ ഈ തോടിൽ നിന്ന് നമുക്ക് ഫുൾ അവക്കാഡോയും നമുക്കിങ്ങനെ വടിച്ചെടുക്കണം. നന്നായിട്ട് ഇതേപോലെ ഇങ്ങനെ വടിച്ചെടുത്ത് കഴിയും തന്നെ നമ്മുടെ ഈ ഒരു തോട് ഒരു ചെറിയ പാത്രം പോലെ നമുക്ക് തോന്നും. കണ്ടില്ലേ, നല്ലൊരു പാത്രം പോലെ. ഇനി നമുക്കതങ്ങ് കളയാം. പിന്നെ നമുക്ക് ഈ ഒരു ജ്യൂസും പോട്ടെ, ഈ ഒരു ഷെയ്ക്കിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അടുത്തത് ഞാനിങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമാണ്. അത് കഴിഞ്ഞ് മിൽക്ക് മെയ്ഡ്, മധുരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ മിൽക്ക് മെയ്ഡ്. അതിനുശേഷം നമുക്ക് നല്ല കട്ട പാൽ വേണം, ഫ്രീസ് ചെയ്തെടുത്ത പാലാണ്. അപ്പം ഈ ഒരു ഷെയ്ക്കിനകത്ത് ബനാന ആഡ് ചെയ്യുന്നവരുണ്ട്, ഡേറ്റ്സ്, തേന്, അങ്ങനെ ഇഷ്ടമുള്ള നട്ട്സൊക്കെ ആഡ് ചെയ്ത് കഴിക്കുന്നവരുണ്ട്. പക്ഷേ എനിക്ക് നമ്മുടെ തനതായ ആ ഒരു അവക്കാഡോയുടെ തന്നെ ആ ഒരു ടേസ്റ്റിൽ കഴിക്കാനുള്ള കൊതി കൊണ്ടാണ് ഞാൻ മറ്റൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് കട്ടപ്പാൽ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അവക്കാഡോയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ്, എനിക്ക് അധികം മധുരം വേണ്ട, അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു മധുരവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മിക്സി ഒന്ന് കറക്കിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഷെയ്ക്ക് അടിപൊളിയായിട്ട് റെഡിയായി കിട്ടും കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഷെയ്ക്കാണിത്. കണ്ടില്ലേ, നമ്മുടെ ഷെയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പം നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒഴിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ, താഴെ പോവും. അതുകൊണ്ട് ഞാൻ ഒരു ചെറിയ സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണേ. ഇതേപോലെ ഒഴിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതേപോലെ ഞാൻ ബദാം ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സാഫ്രോൺ തികച്ചും ഓപ്ഷണലാണ് കേട്ടോ, എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് മാത്രം ഒരു ഭംഗിക്ക് വേണ്ടി, ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ ചേർത്ത് കൊടുത്താണേ. അപ്പോൾ നമ്മുടെ അവക്കാഡോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നമ്മുടെ വിശപ്പും പോവും, പരവേശവും പോവും, ആ ദാഹവും എല്ലാം നമ്മുടെ ഉള്ളിൽ നന്നായിട്ടൊന്ന് തണുത്ത് വരും കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു ഷേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് കഴിച്ച് നോക്കണം. അപാര ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.